ഹലോ എവറി വൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് ശ്രീകുട്ടൻ ഹിയർ. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയ്സ്തെറ്റിക്സിലെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം രസ തിയറിയും ധ്വനി തിയറിയും ഔചിത്യയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യൻ എയ്സ്തെറ്റിക്സിൽ പഠിക്കാനുണ്ട്. പൊതുവെ ഇത്തിരി എളുപ്പമുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ നമുക്ക് ഇന്ത്യൻ എയ്സ്തെറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡാഷ് ഇസ് ദി ഓതർ ഓഫ് ധ്വന്യലോക. ധ്വന്യലോക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എയ്സ്തെറ്റിക്സിലെ ഒരു വളരെ കാർഡിനൽ ഒരു ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിന്റെ ഓതർ ആരാണ്? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിലേക്ക് കടക്കാം നമുക്കിനി. ഓപ്ഷൻ എ അഭിനവ ഗുപ്തയാണോ? ഓപ്ഷൻ ബി ആനന്ദ വർദ്ധനയാണോ? ഓപ്ഷൻ സി മഹിമ ഭട്ട? ഓപ്ഷൻ ഡി മുകുള ഭട്ട? ആരാണ്? നാലുപേരും പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ് ആയിരുന്നു, പൊയറ്റീഷ്യൻസ് ആയിരുന്നു. ധ്വന്യലോക എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ഓതർ ആരാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആനന്ദവർദ്ധന. ആനന്ദവർദ്ധനയാണ് കൃത്യമായ ഉത്തരം. ശ്രദ്ധിക്കുക, ആനന്ദവർദ്ധന വളരെ ഫേമസ് ആയ വ്യക്തിയാണ്. ഇന്ത്യൻ എയ്സ്തെറ്റിക്സിൽ നമുക്ക് എന്താ പറയുക, ഭരതമുനിയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആനന്ദവർദ്ധന. അദ്ദേഹത്തെ കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ഡാഷ്, അലംകാര ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് ഓഫ് പോയട്രി. പോയട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് അലംകാര. ഇപ്പോൾ ഇന്ത്യൻ എയ്സ്തെറ്റിക്സിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഓരോ നാടിൻ്റെയും ക്രിറ്റിസിസത്തിൽ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ്. ലൈക്ക് ഡെക്കോറം. ഇപ്പോൾ നമുക്കറിയാം ഗ്രീക്ക് ക്രിറ്റിസിലെ ചില വാക്കുകളാണ് ഈ ഡെക്കോറം പോലെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ എന്താ പറയുക സബ്ലിമിറ്റി, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അതുപോലെ ഇന്ത്യൻ എയ്സ്തെറ്റിക്സിൽ നമുക്ക് ചില പദങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ അലംകാര. വളരെ പ്രധാനപ്പെട്ടതാണ്. അലംകാര പോയട്രിയിലെ ഏറ്റവും എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബമഹ, ഓപ്ഷൻ ബി കുന്തക, ഓപ്ഷൻ ഡി ബദ്ധലോലത, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ കൂട്ടത്തിൽ ആരുമല്ലേ? ആരാണ് അലംകാര? അലങ്കാര തിയറിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സോ ധ്വനി പോലെ തന്നെ അലങ്കാര, ഔചിത്യ, രസ ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് ഇന്ത്യൻ എയ്സ്തെറ്റിക്സിൽ. സോ ആരാണ്? അലംകാരയാണ് പൊയട്രിയിലെ ഏറ്റവും എസെൻഷ്യൽ, ഒഴിച്ചുകൂടാനാവാത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ ബമഹ. ബമഹയാണ് പറയുന്നത് അലംകാരയാണ് പൊയട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് കൺസിഡേഴ്സ് ഔചിത്യ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഔചിത്യ ആസ് ദ എസെൻസ് ഓഫ് രസ. രസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻസ് അത് ഔചിത്യയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇപ്പൊ ഔചിത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഹൊറസിന്റെ ഡെക്കോറോ ആയിട്ടൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന കാര്യമാണ്. സോ ഔചിത്യ രസയുടെ എസെൻസ് ആണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ ക്ഷേമേന്ദ്ര, ഓപ്ഷൻ ബി ഭോജ, ഓപ്ഷൻ സി കുന്തക, ഓപ്ഷൻ ഡി ബമഹ. ഈ നാല് പേരിൽ ആരാണ് ഔചിത്യ രസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ്, അല്ലെങ്കിൽ രസയുടെ എസെൻസ് ആണ്, അതിന്റെ സോൾ ആണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഔചിത്യയാണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ ക്ഷേമേന്ദ്ര. ക്ഷേമേന്ദ്രയാണ് പറഞ്ഞത് ഔചിത്യം എന്ന് പറയുന്നത് രസയുടെ എസെൻസ് ആണ്. അപ്പൊ രസ എന്ന് പറയുന്നത് നമുക്കറിയാലോ, നാട്യശാസ്ത്രത്തിൽ ഭരതയായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സോ ക്ഷേമേന്ദ്ര കൺസിഡേഴ്സ് ഔചിത്യ ആസ് ദ എസെൻസ് ഓഫ് രസ. നെക്സ്റ്റ് നമുക്ക് ആ രസയുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ദ സ്റ്റേബിൾ ഇമോഷൻസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കറസ്പോണ്ടിങ് രസ ആർ കോൾഡ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ദ സ്റ്റേബിൾ ഇമോഷൻസ്, ഈ സ്റ്റേബിൾ ഇമോഷൻസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കറസ്പോണ്ടിങ് രസ ആർ കോൾഡ്. ആ സ്റ്റേബിൾ ഇമോഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ വിഭാവാസ്, ഓപ്ഷൻ ബി സ്ഥായി ഭാവാസ്, ഓപ്ഷൻ സി സഞ്ചാരി ഭാവാസ്, ഓപ്ഷൻ ഡി അനുഭാവാസ്. ഇതിൽ ഏത് ഭാവത്തെയാണ് നമ്മൾ സ്റ്റേബിൾ ഇമോഷൻ? ആ വാക്ക് ശ്രദ്ധിക്കുക. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറുന്നില്ല അല്ലേ? വളരെ സ്ഥായിയായി നിൽക്കുന്ന ഭാവം എന്നാണ് അർത്ഥം. വളരെ സ്റ്റേബിൾ ആണ്, ചലിക്കുന്നില്ല, മാറുന്നില്ല, ഡൈനാമിക് അല്ല. അപ്പൊ അതിന് തന്നെ നമുക്ക് ഓപ്ഷൻ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. യെസ്, സ്ഥായി ഭാവം, മാറുന്നില്ലല്ലോ, സ്റ്റേബിൾ അല്ലേ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി സ്ഥായി ഭാവാസ് ആണ് ഉത്തരം. ശ്രദ്ധിക്കുക, സ്റ്റേബിൾ ഇമോഷൻസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കറസ്പോണ്ടിങ് രസ. ഒരു രസ ഉണ്ടാവുമ്പോഴത്തേക്ക് അതിനകത്ത് ആ സ്റ്റേബിൾ ഇമോഷൻസിന് എന്താണ് നമ്മൾ പറയുന്നത്? സ്ഥായി ഭാവാസ് എന്നാണ് പറയുന്നത്. സ്ഥായി ഭാവാസ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ വരാൻ പോകുന്ന ജൂൺ മാസമാണ് നമ്മുടെ അടുത്ത നെറ്റ് എക്സാം.
ഒരു ജൂൺ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായ ഡേറ്റ് നമുക്കറിയില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ UGC NT ഒക്കെ ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഡേറ്റ് ഓൾറെഡി അറിയാം. ജൂൺ സെക്കൻഡ് വീക്കോട് കൂടിയായിരിക്കും എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ മുന്നിൽ ഏകദേശം ഇനി ഒരു 2 മാസം സമയമുണ്ട്. ആ സമയം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടും ബെനിഫിഷ്യലായ രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്ക് 60 ഡേയ്സ് ക്രാഷ് ബാച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടോ, എങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പോലെ ഇത്രയും ഭീമമായ സിലബസ് ഉള്ള ഒരു സബ്ജക്റ്റ് ഒക്കെ എങ്ങനെ 60 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും? അത് സാധ്യമാണോ? അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. വളരെ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ സ്റ്റഡി പ്ലാൻ വെച്ച് 60 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മോക്ക് ടെസ്റ്റുകളും റിവിഷൻസും എല്ലാം അതെല്ലാം പിറകിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ്, സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ഒരു ഹെൽപ്പ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒപ്പം മെന്റർഷിപ്പ്, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൺസേൺസും അഡ്രസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും മെന്റേഴ്സ് ഉണ്ടാവും. 200+ സ്റ്റുഡിയോ റെക്കോർഡഡ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ 60 ദിവസം കൊണ്ട് ഇത്രയും വീഡിയോസ് കാണാൻ പറ്റുന്നത്? ഒരു ദിവസം നിങ്ങൾ 3 അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരം കംപ്ലീറ്റ് വീഡിയോസും കണ്ടു തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നെറ്റ് പോലൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ എങ്കിലും ഒരു ദിവസം മാറ്റി വെക്കേണ്ടതാണ്. സോ 200-ൽ പരം വീഡിയോസ്, 2000-ൽ പരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള PDF മെറ്റീരിയൽസ്, കോംപ്രിഹെൻസീവ് ആയിട്ട് എല്ലാ പോർഷൻസിൻ്റെയും കവറേജ്, അങ്ങനെ ഒരുപാട് അനവധി ഫീച്ചേഴ്സ് ആണ്. അതും നിങ്ങൾക്ക് 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ കൊണ്ട് എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈൽ ചെയ്യാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു നെറ്റിനെ സംബന്ധിക്കുന്ന അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും മോക്ക് ടെസ്റ്റും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടൊരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്കും മറ്റും കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. ആ ഗ്രൂപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ നെറ്റുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും നമ്മളതിനകത്ത് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഒപ്പം മെഗാ ലൈവ് സീരീസ് ഇനി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. മാത്രമല്ല കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ നടത്തി നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആപ്പിലും വെബ്സൈറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അത്തരം ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ സാധിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധ്വനി ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു. ഈ ധ്വനി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ആരുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന? ഓപ്ഷൻ എ വാമന, ഓപ്ഷൻ ബി ഭരത, ഓപ്ഷൻ സി ആനന്ദവർദ്ധന, ഓപ്ഷൻ ഡി ഭർതൃഹരി. ആരാണ് ധ്വനി എന്ന് പറയുന്ന സിദ്ധാന്തവുമായി ചേർന്ന് നിൽക്കുന്നത്? ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആനന്ദവർദ്ധന. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലായി കാണും, രസ ഭരതയായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്, ഒരു സിദ്ധാന്തമാണ്. ഒപ്പം ധ്വനി തിയറി ആനന്ദവർദ്ധനയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഔചിത്യ ക്ഷേമേന്ദ്രയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മൂന്നുമാണ് ഇന്ത്യൻ എസ്തെറ്റിക്സിലെ പ്രധാനപ്പെട്ട 3 കാർഡിനൽ പോയിന്റ്സ്, കാർഡിനൽ കോൺസെപ്റ്റ്സ്. സോ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, രസ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഭരത, നാട്യശാസ്ത്ര. ധ്വനി അസോസിയേറ്റഡ് വിത്ത് ആനന്ദവർദ്ധന, ദ റൈറ്റർ ഓഫ് ധ്വന്യലോക, ആൻഡ് ഔചിത്യ ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്ഷേമേന്ദ്ര. ഇത് മൂന്നും they are the 3 principal or the 3 cardinal concepts in Indian aesthetics. വളരെ പ്രധാനമായിട്ട് ഈ 3 സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, the concept of dash is ഭട്ടനായകാസ് മെയിൻ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ എസ്തെറ്റിക്സ്. ഇന്ത്യൻ എസ്തെറ്റിക്സിലേക്ക് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഭട്ടനായകയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദ്യം. ഭട്ടനായകയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ് നോക്കാം. ഓപ്ഷൻ എ ധ്വനി അല്ല. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് മനസ്സിലായി ധ്വനി എന്ന് പറയുന്ന ആനന്ദവർദ്ധനയായി ചേർന്ന് നിൽക്കുന്നതാണ്. ഓപ്ഷൻ ബി അലംകാരയാണോ? ഓപ്ഷൻ സി സാധാരണീകരണ ആണോ? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവയൊന്നും തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചെയ്തതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ ഇതിന്റെ ഉത്തരം. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി സാധാരണീകരണം. അതൊരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ.
സോ ഭട്ടനായക സാധാരണീകാരണ. ഓക്കെ, ഓർത്തു വെച്ചേക്കാം അതൊന്ന്. നെക്സ്റ്റ്, ഭരതമുനിയെ കുറിച്ചാണ് അടുത്ത ചോദ്യം. ഭരത enumerates ഭാവാസ് ആസ് ഡാഷ് ഇൻ നമ്പർ. ഇത്ര നമ്പറിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ക്ലാസിഫൈസ് ദം ആസ് സ്ഥായി ഭാവാസ്, വ്യഭിചാരി ഭാവാസ് ആൻഡ് സത്വിക ഭാവാസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഭരതമുനി ഭാവാസിനെ ഇത്ര നമ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്ര നമ്പർ. എന്നിട്ട് ആ ഇത്രയും നമ്പേഴ്സിനെ 3 എണ്ണത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്ഥായി ഭാവാസ്, വ്യഭിചാരി ഭാവാസ് ആൻഡ് സത്വിക ഭാവാസ്. അപ്പൊ ഈ 3 എണ്ണത്തിലായിട്ട് എത്ര ഭാവങ്ങൾ മൊത്തത്തിലുണ്ട്? അപ്പൊ 3 ആയിട്ടാ തരംതിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ക്ലാസിഫിക്കേഷൻ 1, 2 and 3. ഈ 3 എണ്ണത്തിലായിട്ട് എത്ര ഭാവങ്ങൾ മൊത്തത്തിലുണ്ട്? ഓപ്ഷൻ എ 49, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 41 or ഓപ്ഷൻ ഡി 43. ശ്രദ്ധിക്കുക, ഭരതമുനി ഇത്ര ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും ഭാവങ്ങളെ അദ്ദേഹം 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥായി ഭാവാസ്, വ്യഭിചാരി ഭാവാസ് ആൻഡ് സത്വിക ഭാവാസ്. അപ്പൊ ഇത് 3 എണ്ണത്തിലായിട്ട് എത്ര ഭാവങ്ങൾ മൊത്തത്തിലുണ്ട്? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ 49. ആ ഒരു ഡിവിഷനും കൂടെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. സ്ഥായി ഭാവാസിൽ ഒരു 8 എണ്ണമാണുള്ളത്. ഓക്കെ, എല്ലാത്തിനും പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് സമയം എടുക്കും. വ്യഭിചാരി ഭാവാസ് അതിൽ ഒരു 33 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പൊ ബാക്കി സത്വിക ഭാവാസിലും എത്ര എണ്ണം ഉണ്ട്? ഒരു 8 എണ്ണമുണ്ട്. സോ 8 + 8 16, 16 + 33 49. അങ്ങനെ മൊത്തം ഒരു 49 ഭാവങ്ങളെ കുറിച്ചാണ് ഭരതമുനി പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഡാഷ് സജഷൻ ഇസ് ദ സോൾ ഓഫ് പോയട്രി. സജഷൻ ആണ് പോയട്രിയുടെ സോൾ എന്ന് പറഞ്ഞത് ഏത് വ്യക്തിയാണ്? ഹു ഇസ് ദാറ്റ് പൊയറ്റീഷ്യൻ? ഓപ്ഷൻ എ ഭരതയാണോ പറഞ്ഞത്? ഓപ്ഷൻ ബി ആനന്ദവർദ്ധന, ഓപ്ഷൻ സി ഭട്ടലോലത, ഓപ്ഷൻ ഡി ഭട്ടനായക. ഈ 4 പേരിൽ ആരാണ് സജഷൻ ആണ് പോയട്രിയുടെ സോൾ എന്ന് പറഞ്ഞത്? വളരെ ഡാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ആനന്ദവർദ്ധനയാണ് പറഞ്ഞത് സജഷൻ പോയട്രിയുടെ സോൾ ആണ്. നെക്സ്റ്റ്, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡാഷ് ഇസ് ദ ഓഥർ ഓഫ് വാക്യപാദ്യ. വാക്യപാദ്യ എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് ഇന്ത്യൻ എസ്തെറ്റിക്സിലെ. വാക്യപാദ്യയുടെ കർത്താവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ ഭർതൃഹരി, ഓപ്ഷൻ ബി ആനന്ദവർദ്ധന, ഓപ്ഷൻ സി അഭിനവഗുപ്ത, ഓപ്ഷൻ ഡി ഭരത. ആരാണ് വാക്യപാദ്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഭർതൃഹരിയാണ് വാക്യപാദ്യ എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ഓഥർ. സോ ഇതോടുകൂടി നമ്മൾ ഇന്ത്യൻ എസ്തെറ്റിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. വളരെ ചുരുക്കം ചോദ്യങ്ങളാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അനവധി വീഡിയോസിലായിട്ട് കൂടുതൽ ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഇന്ത്യൻ എസ്തെറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, നിങ്ങൾ ഓർപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ വീഡിയോ. കാരണം പലപ്പോഴും നമ്മളെല്ലാം വാരി വലിച്ച് പഠിക്കുന്നതിനിടയിൽ ഇന്ത്യൻ എസ്തെറ്റിക്സിന് അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുള്ളൂ. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ഷോർട്ടായിട്ടും അതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇനിയും ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.